ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ മണി ബ്ലോക്ക് മാറാനുള്ള ചില ചെറിയ ചെറിയ ടിപ്സുകളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ആകർഷണ നിയമം അതല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് ശരിക്കും വർക്ക് ചെയ്യുന്ന ഒരു ടെക്നിക്സ് തന്നെയാണ്. നിങ്ങൾ ആകർഷണ നിയമത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും ഇല്ലെങ്കിലും ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം വളരെ സുഗമവും ലളിതവും സന്തോഷം നിറഞ്ഞതുമായിരിക്കും. അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർ വീഡിയോസ് മുടങ്ങാതെ കാണുക. പണം എന്ന് പറയുന്നത് ഒരു വസ്തുവാണ്. ശരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു വസ്തു പോലെ തന്നെ ഒരു വസ്തുവാണ് പണം. അത് പേപ്പർ രൂപത്തിലാണ്, അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ആ ഒരു വസ്തുവിനെ നമ്മൾ ആഗ്രഹിക്കുന്നു. അത് ഏത് രൂപത്തിലാണെങ്കിലും പണം തന്നെയാണ്. അത് സ്വർണത്തിൻ്റെ രൂപത്തിലാണെങ്കിലും സ്ഥലത്തിൻ്റെ രൂപത്തിലാണെങ്കിലും എന്തിൻ്റെ രൂപത്തിലാണെങ്കിലും നമ്മളതിനെ സമ്പത്ത് എന്ന് പറയുന്നു. നമുക്കത് വേണം. അത് വരാൻ പ്രകൃതിയിൽ ഒത്തിരി ഓപ്ഷനുകൾ ഉണ്ട്. പക്ഷേ നമ്മളിലേക്ക് എത്താൻ അതിനെന്തോ ഒരു ബ്ലോക്ക് ഉണ്ട്, അല്ലെങ്കിൽ സുഗമമായിട്ട് നമ്മളിലോട്ട് എത്തുന്നില്ല. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന രീതിയുടെ വ്യത്യാസം കൊണ്ടാണ് അത് സുഗമമായിട്ട് നമ്മളിലേക്ക് എത്തിച്ചേരാത്തത്. ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് ആരെങ്കിലും പണം തരാനുണ്ട് എങ്കിൽ നമ്മൾ വളരെ സന്തോഷത്തോടെയാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അവർ ഇന്ന ദിവസം തരും എന്ന് പറഞ്ഞിട്ടുണ്ട്, തരും. അതല്ലെങ്കിൽ നമുക്ക് സാലറി കിട്ടാണ്ട്, സാലറി കിട്ടാണ്ടുമ്പോൾ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ മന്ത് എൻഡ് അല്ലെങ്കിൽ മന്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലോ കിട്ടും. ആ ഒരു ഡേറ്റ് വെച്ച് നമ്മളിങ്ങനെ കാൽക്കുലേഷൻ, അത് കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഒരു മീൻസ് നമ്മൾ സന്തോഷത്തോടെയാണ് ആ പണത്തിനെ റിസീവ് ചെയ്യാൻ വേണ്ടി റെഡി ആവുന്നത്. അതേ സമയം തന്നെ ആ പണം തന്നെ മീൻസ് വേറൊരു രൂപത്തിലൊന്നുമല്ല, അതേ പണം തന്നെ നമ്മൾ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ ഈ സന്തോഷം അനുഭവിച്ചിട്ടാണോ കൊടുക്കുന്നത്? നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കൂ. നമ്മൾക്കിപ്പോൾ ഒരാൾ എക്സാമ്പിൾ നമ്മുടെ വീട്ടിലൊരു ജോലിക്ക് വന്ന് എന്തെങ്കിലും പറമ്പിലെ പണിയോ അടുക്കളയിലെ പണിയോ ഒക്കെ ചെയ്തു. അവർക്ക് നമ്മൾ പൈസ കൊടുക്കുമ്പോൾ ഇത് കൊടുത്തത് കൂടിപ്പോയോ, ഇത്രയും ആവശ്യം ഉണ്ടായിരുന്നോ, ഇനി വരുമ്പോൾ ഇത്രയും കൊടുക്കത്തില്ല, അവരതിനുള്ള ജോലി ചെയ്തിട്ടില്ല, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടല്ലേ നമ്മൾ കൊടുക്കുന്നത്? എനിക്ക് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ചിന്തിക്കും. നമ്മൾ ആർക്കെങ്കിലും പണം കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മൂല്യത്തെപ്പറ്റി, അവർ ചെയ്ത പ്രവൃത്തിക്ക് അനുപാതികമായിട്ടാണോ അവരത് വാങ്ങിച്ചത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. നെഗറ്റീവ് ചിന്ത എന്ന് ഇതിന് പറയും. അതെ, നമ്മൾ കൊടുക്കുന്ന സമയത്തെല്ലാം പണത്തിനെക്കുറിച്ച് നമ്മൾ സന്തോഷത്തോടെയല്ല പണത്തെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അത് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പണം കൊടുക്കുന്നതാണെങ്കിലും വാങ്ങുന്നതാണെങ്കിലും പണം തന്നെയാണ്. അപ്പോൾ നമുക്ക് പണത്തെ ലൈഫിൽ വേണം, കുറേ പണം വേണം, സമ്പത്ത് വേണം, അത് ഏത് രൂപത്തിലും ആയിക്കോട്ടെ. അപ്പം അത് നമ്മൾ കൊടുക്കുകയാണോ വാങ്ങുവാണോ എന്ന് പണം എന്ന് പറയുന്ന ആ ഒരു എനർജിക്ക് അറിയുന്നില്ലല്ലോ. അപ്പം നമ്മൾ എപ്പോഴൊക്കെ പണത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമുക്ക് സമ്പത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നു, കൈകാര്യം ചെയ്യുന്നു, അപ്പോഴൊക്കെ നമുക്കുണ്ടാവേണ്ട ഫീലിംഗ് എന്തായിരിക്കണം? പോസിറ്റീവ്, സന്തോഷമായിരിക്കണം. നമ്മൾ കൈകൊണ്ട് പണം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലൂടെ ആ പണം പോകുമ്പോൾ നമ്മൾ അതിനെ സന്തോഷത്തോടെ കൈകാര്യം ചെയ്യുക. അങ്ങനെ ഒരു വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് തൊട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ ആർക്കെങ്കിലും പണം കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ അവർക്കതിനുള്ള അർഹതയുണ്ടോ, അത് ഞാൻ കൊടുത്തത് കൂടിപ്പോയോ, ഇത്രയും കൊടുക്കണ്ടായിരുന്നു, ഇങ്ങനെയൊന്നും ഇനി തൊട്ട് ചിന്തിക്കരുത്. എന്തെങ്കിലും ഒരു സർവീസ് നമുക്ക് വേണ്ടി ചെയ്തതുകൊണ്ടാണല്ലോ നമ്മൾ ആ പണം കൊടുക്കുന്നത്. അപ്പോൾ ആ സർവീസിനെ നമ്മൾ ബഹുമാനിക്കണം. ആ പണത്തിനെ നമ്മൾ അവർക്ക് കൊടുക്കുന്നത് നല്ല ഹൃദയത്തോടെ. ഇത് അവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരത്തിന് വേണ്ടി അവരത് ചിലവാക്കുമല്ലോ. നമ്മളത് നല്ല മനസ്സോടെ അല്ല കൊടുക്കുന്നതെങ്കിൽ ആ വ്യക്തിക്കും അതങ്ങനെ തന്നെ ആയിരിക്കും ഉപയോഗിക്കാൻ പറ്റുന്നത്. കൊടുക്കുന്ന നമുക്കും ആ പണത്തെക്കുറിച്ച് നല്ലൊരു ആറ്റിറ്റ്യൂഡല്ല ഉള്ളത്. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ പോസിറ്റീവ് ചിന്താഗതിയിലേക്ക് ആക്കിയതിന് ശേഷം നമ്മൾ പണത്തെ എപ്പോഴൊക്കെ കൈകാര്യം ചെയ്യുന്നു അപ്പോഴൊക്കെ, അത് കൊടുക്കലോ വാങ്ങലോ എന്തുമാകട്ടെ, അപ്പോഴൊക്കെ നമ്മൾ സന്തോഷം ആയിരിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് പണം വരാനുള്ള ഒത്തിരി വഴികൾ പ്രകൃതി നമുക്കായി ഒരുക്കും. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങളുടെ മനസ്സിൽ പണത്തെക്കുറിച്ചുള്ള ഒരു ചിന്താഗതി ഉണ്ടല്ലോ, അതെന്താണെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. നിങ്ങൾക്ക് കുറേ പണം ഉണ്ട് എന്ന് വിചാരിച്ചു. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പേടിയുണ്ടാവും, ഈ പണമെല്ലാം പോവുമോ, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് നഷ്ടമായി പോവുമോ, അല്ലെങ്കിൽ എൻ്റെ സാലറി എന്തെങ്കിലും കാരണത്താൽ കുറഞ്ഞു പോവുമോ,
അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്കുള്ള പണത്തെപ്പറ്റി നിങ്ങൾക്ക് ഭയമാണോ നിങ്ങൾക്ക് സ്നേഹമാണോ ഉള്ളതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു നല്ല ബിസിനസ് ചെയ്യുന്ന വ്യക്തി, അവർക്ക് ഈ മാസം നല്ല കുറച്ച് ബിസിനസ് കൂടുതൽ പണം കിട്ടിയപ്പോൾ അത് കിട്ടിയ വഴികളൊക്കെ നമുക്കറിയാമെങ്കിലും ആ പണം കൂടുതൽ കിട്ടിയത് കൊണ്ട് എനിക്ക് പേടിയാണ്. ഈ പണം അനാവശ്യമായി ചിലവഴിച്ച് പോകുമോ, അല്ലെങ്കിൽ ഇനി എനിക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ വന്നിട്ട് പോകുമോ, അങ്ങനെ ഒരു നെഗറ്റീവ് ചിന്തയാണ് നമ്മൾ ആ ബിസിനസ് സക്സസ് ആയപ്പോൾ നമുക്ക് തോന്നിയതെങ്കിൽ ഉറപ്പായിട്ടും അത് അങ്ങനെ തന്നെ സംഭവിക്കും. ഇതെല്ലാം മനസ്സിൻ്റെ ചിന്താഗതികളെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന സമ്പത്ത് നിങ്ങളിലോട്ട് വന്നു ചേരണമെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് എവിടെയെങ്കിലും സ്പഷ്ടമായിട്ട് ഒരു ബുക്കിലോ ഡയറിയിലോ എഴുതി വെക്കണം. അതായത് നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകളെ നിങ്ങളൊരു ബുക്കിലേക്ക് എഴുതി വെക്കുമ്പോൾ അതിനെ കുറച്ചും കൂടെ സ്ഥിരതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പ്രകൃതിയോട്, ദൈവത്തോട് പറയുകയാണ് ഇതെനിക്ക് വേണം. എന്നാൽ അത് ഫിക്സ് ചെയ്തു, നമ്മളുടെ ഒരു ലക്ഷ്യം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾക്ക് എത്രയാണ് വേണ്ടതെന്നൊരു കറക്റ്റായിട്ടുള്ളൊരു ലക്ഷ്യം നമുക്ക് വേണം. ഇപ്പോൾ എനിക്ക് 2 വർഷത്തിന് ശേഷം ഒരു 20 സെൻറ്റ് സ്ഥലവും ഒരു വീടും വേണം. അതായത് ക്ലിയർ ആയിട്ട് ഞാൻ അവിടെ എഴുതി വെക്കുകയാണ്. അതല്ലെങ്കിൽ 5 വർഷത്തിന് ശേഷം എനിക്ക് നല്ലൊരു ബിസിനസ്സും എൻ്റെ മന്ത്ലി ഇൻകം ഒരു 1 lakh ആയിരിക്കണം. ഇങ്ങനെ ഒരു ക്ലിയർ ആയിട്ടുള്ള ലക്ഷ്യം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ട് എഴുതി വെക്കണം. അതുമല്ലെങ്കിൽ എനിക്ക് ഒരു വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 6 മാസത്തിന് ശേഷം ഒരു വാഹനം വേണം സ്വന്തമായിട്ട്. അപ്പോൾ ആ വാഹനം വേണം എന്ന് എഴുതി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വാഹനമുണ്ട്. അപ്പോൾ നമുക്ക് ഏത് വാഹനമാണ് വേണ്ടത്? എനിക്ക് വേണ്ടത് ഹുണ്ടായി ഗ്രാൻഡ് ക്രീറ്റ 7 സീറ്റർ വിത്ത് റൂഫൊക്കെ ഉള്ള വണ്ടി. ഇങ്ങനെ ക്ലിയർ കട്ടായിട്ട് നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് ഓൾറെഡി അത് സ്ഥിരപ്പെടുകയാണ്. പ്രപഞ്ചത്തോട്, ദൈവത്തോട്, നമ്മുടെ ഉപബോധ മനസ്സിൽ തന്നെ നമ്മളതിനെ സ്ഥിരതപ്പെടുത്തി കഴിഞ്ഞു. എല്ലാ കാര്യത്തിലും, സമ്പത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യത്തിലും, അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ പ്ലാനുകൾക്കെല്ലാം ഇങ്ങനെ ഒരു ക്ലിയർ കട്ടായിട്ടുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു പ്ലാൻ നമുക്ക് വേണം. അത് നമ്മൾ എവിടെയെങ്കിലും എഴുതി വെക്കണം. 3-ാമത്തെ കാര്യം, നമ്മളുടെ കയ്യിൽ ഇപ്പോഴുള്ള സ്വത്ത്, സമ്പത്ത്, മണി എന്തുണ്ടെങ്കിലും അതിന് നമ്മളൊന്ന് നന്ദി പറയണം. നമ്മൾ പ്രപഞ്ചത്തോട്, ദൈവത്തോട് നമ്മൾ നന്ദി പറയാൻ, നമുക്കിപ്പോൾ ഇത്ര സ്ഥലമുണ്ട്, ഒരു വീടുണ്ട്, വാഹനമുണ്ട്, നമുക്കൊരു ജോലിയുണ്ട്, അതിൽ നിന്ന് മന്ത്ലി ഇത്ര ഇൻകം വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുണ്ട്, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിൽ നിന്ന് ഇത്ര ഇൻകം മന്ത്ലി എനിക്ക് കിട്ടുന്നുണ്ട്. അതിന് നമ്മൾ എപ്പോഴെങ്കിലും നന്ദി പറയാറുണ്ടോ? ചിലപ്പോൾ നമ്മൾ സാലറി കിട്ടുമ്പം നമ്മുടെ അക്കൗണ്ടിലോട്ട് വരുമ്പോൾ താങ്ക് യു ഗോഡ് സാലറി ക്രെഡിറ്റ് ആയല്ലോ എന്ന് പറയുന്നില്ലേ? അപ്പോൾ അതെല്ലാ മാസവും നമുക്ക് വരുന്നുണ്ട്. അത് ആ ഒരു താങ്ക് യു നമ്മൾ അറിയാതെ പോലും പറഞ്ഞെങ്കിൽ അത് നമുക്ക് കറക്റ്റായിട്ട് വരും. ഇപ്പോൾ നമുക്ക് ലൈഫിലുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ നന്ദി പറയണം. നമ്മുടെ കയ്യിലുള്ള എല്ലാ സമ്പത്തിനും, ഈവൻ നമ്മുടെ പേഴ്സിൽ 10 രൂപയേ ഉള്ളെങ്കിൽ പോലും 10 രൂപ എൻ്റെ കയ്യിലുള്ളതിന് നന്ദി എന്ന് പറയണം. അങ്ങനെ പറഞ്ഞൊന്ന് തുടങ്ങി നോക്കൂ. ഓട്ടോമാറ്റിക്കലി നമ്മളിലോട്ട് പണം വരാനുള്ള വഴികൾ വരും. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, കൊടുക്കുന്നതാണെങ്കിലും വാങ്ങുന്നതാണെങ്കിലും നല്ല രീതിയിൽ ചിന്തിച്ച് നോക്കൂ. അത് നമുക്ക് വന്നു ചേരും. എനിക്ക് ഒരു എക്സാമ്പിൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, എൻ്റെ ഹസ്ബൻഡിന് ചെറിയൊരു ബിസിനസ്സുണ്ട്. അപ്പോൾ ബിസിനസ്സിൽ പണം ഒത്തിരി സ്ഥലത്തു നിന്ന് കിട്ടാനുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഭയങ്കര ടെൻഷൻ അടിച്ചു. ഓഫീസിൽ പോകാൻ ഒരുങ്ങി റെഡിയായി ഫുഡെല്ലാം കഴിച്ചിട്ട് ടെൻഷൻ അടിച്ചിരിക്കുക. അവരുടെ ഒരു ബിസിനസ്സിൻ്റെ ഡീൽ ചെയ്ത ആളുടെ നിന്ന് പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ മോട്ടിവേഷൻ ക്ലാസ്സുകളും ഇങ്ങനത്തെ ടിപ്സും ഒക്കെ കേട്ട് ഐ ആം ഫുള്ളി മോട്ടിവേറ്റഡ്. ഞാൻ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിനോട്, എന്നിട്ട് അയാളെ ഇങ്ങനെ പൈസ തന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് മോശം വാക്കുകളും ഒക്കെ പറയുന്നുണ്ട്. കുറേ ദിവസമായി പുള്ളിയുടെ പുറകെ നടക്കുന്നു, കിട്ടുന്നില്ല, ഇതാണ് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇങ്ങനത്തെ ഈ മോശം വാക്കുകളെല്ലാം നിർത്തിയിട്ട് നന്നായിട്ട് നല്ല രീതിയിലൊന്ന് പണമല്ലേ അത് നമുക്ക് തരാനുള്ളത് പണമാണ്, അപ്പോൾ പണത്തെക്കുറിച്ച് നല്ല രീതിയിലൊന്ന് സംസാരിക്കുന്നു. അപ്പോൾ എന്നോട് ദേഷ്യം പിടിച്ചു. നല്ല ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ മോട്ടിവേഷനുമായിട്ട് വന്നേക്കും, ഒന്ന് പോന്ന് പറഞ്ഞു എന്നോട്. രാവിലെ തന്നെയാണ് ഓഫീസിലോട്ട് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം പിന്നെ നല്ല ദേഷ്യത്തിലുമാണ്. അപ്പം ഞാൻ ആ സമയത്ത് പറയുന്നത് ഉചിതമല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം പോകുന്നതിന് മുമ്പ് ഒന്ന് പ്രെയർ ചെയ്യാൻ വേണ്ടി സൈലൻ്റായിട്ട് നിൽക്കാറുണ്ട്, പ്രെയർ ചെയ്യുന്ന റൂമിൻ്റെ മുന്നിൽ. അപ്പോൾ പ്രെയറിൻ്റെ കൂടെ ഞാനും നിൽക്കാറുണ്ട്. അപ്പം തിരിച്ചൊന്നും പറയത്തില്ലാത്തൊരു സാഹചര്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, മണി എന്ന് പറയുന്നത് നമുക്ക് കിട്ടുമ്പോഴാണെങ്കിലും
കൊടുക്കാനുള്ളതാണെങ്കിലും മണിയാണ്. ഇപ്പോൾ അച്ചാച്ചന് പണം കിട്ടാനുണ്ട്, ആൾ തരാൻ താമസിക്കുന്നത് കൊണ്ട് അച്ചാച്ചൻ മോശം വാക്കുകളൊക്കെ പറഞ്ഞിട്ട് മണീനെ നമ്മൾ മണി എന്നുള്ളൊരു വികാരത്തെ നമ്മൾ ദേഷ്യമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് അച്ചാച്ചൻ ആ പണം ആൾ തരാനുണ്ട്, അത് ഇത്ര രൂപയാണ്, അതെൻ്റെ കയ്യിലോട്ട് കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ, അത് അച്ചാച്ചൻ വണ്ടിയിൽ പോകുമ്പോൾ തന്നെ എനിക്ക് ആ പണം അയാൾ തന്നു, അല്ലെങ്കിൽ ചെക്കായിട്ട് തന്നു, അതല്ലെങ്കിൽ ബാങ്കിലോട്ട് ഇട്ട് തന്നു, അതെൻ്റെ കൈ കിട്ടുമ്പോൾ ഞാൻ എങ്ങനെ ഹാപ്പിയാണ്, അത് ആ ഹാപ്പിനെസ് ഫീൽ ചെയ്തിട്ട് താങ്ക് യു ഗോഡ് എന്ന് പറയാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയുന്ന കാര്യങ്ങളാണ്, ഇതെൻ്റെ ലൈഫിൽ സംഭവിച്ചത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ മണി ബ്ലോക്കിനെ കുറിച്ച് തന്നെ ഇടുന്നത്. അങ്ങനെ പറയാൻ പറഞ്ഞു. അപ്പം പ്രയറിൻ്റെ ഇടയ്ക്ക് ആയതുകൊണ്ട് പുള്ളി അത് കേട്ടു. പിന്നെ ഞാൻ പറഞ്ഞു, ഇന്ന് പോകുന്ന വഴിക്ക് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വിചാരിക്കുക, ആ പുള്ളി പൈസ തന്നു കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്, എനിക്ക് പൈസ വന്നു, അപ്പോൾ താങ്ക് യു ഗോഡ്, അത്രയും പൈസ ആ പുള്ളിയുടെ പേരൊക്കെ പറഞ്ഞിട്ട് താങ്ക് യു ഗോഡ്, ഇങ്ങനെ ഒരു 2-3 ടൈംസ് വണ്ടിയിൽ പോകുമ്പോൾ, ഏതായാലും വണ്ടി ഓടിച്ചിട്ട് ട്രാഫിക്കിലൂടെ ഒക്കെ പോലെ ഇങ്ങനെ പറയാൻ പറഞ്ഞു മനസ്സിൽ, അല്ലെങ്കിൽ ഒറ്റയ്ക്കാണ് വണ്ടിയിൽ സ്വരത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ്സും ഫീൽ ചെയ്യുക, ആ പൈസ കിട്ടിയ ആൾക്ക് താങ്ക് യുവും പറഞ്ഞു, പൈസയ്ക്ക് നന്ദി പറഞ്ഞു, ഇങ്ങനെ ചെയ്തോളാൻ പറഞ്ഞു. അതുപോലെ തന്നെ ആ പൈസ തരാനുള്ള ആളുടെ ഓഫീസിൽ പോലും പോയില്ല, അല്ലാതെ തന്നെ അന്നത്തെ ദിവസം അത് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ട് കിട്ടി ഹസ്ബൻഡിന്. അപ്പോൾ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു, എടി നീ പറഞ്ഞ ട്രിക്ക് ഫലിച്ചു, ഞാൻ ആ പുള്ളി എനിക്ക് പൈസ തരുമെന്ന് വിചാരിച്ചു പോലുമില്ല, പക്ഷേ ഞാൻ ഇങ്ങനെ സന്തോഷമായിട്ട് പുള്ളി പൈസ എനിക്ക് തരുമ്പോൾ ഉള്ള ഹാപ്പിനെസ്സും പിന്നെ താങ്ക് യു കൂടുന്നു ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ, പക്ഷേ ഞാനതൊരു ഫീലിങ്ങോട് കൂടി തന്നെ പറഞ്ഞു. അപ്പോൾ നമുക്ക് കിട്ടാനുള്ള പൈസ കിട്ടിയിട്ടുണ്ട്, അത് വർക്കൗട്ടായി എന്നും പറഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞു. എനിക്കുണ്ടായ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതാണ് എൻ്റെ ജീവിതത്തിലെ മണി റിലേറ്റഡ് ആയിട്ടുള്ള ഫസ്റ്റ് ഇൻസിഡൻറ്റ്. ഈ ഒരു കാര്യം വർക്കൗട്ട് ആയതോടുകൂടി ഞാൻ മോട്ടിവേഷനെ കുറിച്ച് എന്ത് പറഞ്ഞാലും എൻ്റെ ഹസ്ബൻഡിന് ചിലപ്പോൾ ഫ്രീ ആയിരിക്കുന്ന സമയത്തൊക്കെ പുള്ളി കേൾക്കാൻ താല്പര്യം കാണിച്ചു. അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് മണി ആരെങ്കിലും തരാനുണ്ടെങ്കിൽ നമ്മൾ ഒരു സർവീസ് അവർക്ക് കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് കൊടുത്തു, അപ്പോൾ നമ്മുടെ സൈഡിലുള്ള വർക്ക് കഴിഞ്ഞു. ഇനി എന്താണ്, ആ സർവീസിനുള്ള ഒരു പാരിതോഷികം അവർ തരും, അത് അവരുടെ കടമയാണ്. അപ്പോൾ നമുക്ക് അവർക്ക് പ്രശ്നമുണ്ട്, അല്ലെ അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവർക്കുണ്ടാവാം, ഇല്ലാതിരിക്കാം, പക്ഷേ നമ്മൾ ചെയ്ത സർവീസിന് നമ്മൾ പണം ചോദിക്കാൻ അർഹതയുണ്ട് നമുക്ക്. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് വേണ്ടത്, ഇത് എല്ലാ കാര്യത്തിലും ആപ്ലിക്കബിളാണ്. നമ്മൾക്ക് ഒരിടത്തു നിന്ന് പണം കിട്ടാനുണ്ടെങ്കിൽ അതെന്തുകൊണ്ടും നേടിയെടുക്കാൻ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ അത് വരാനുള്ള അർഹതയും കഴിവും എനിക്കുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. എങ്കിൽ മാത്രമേ ആ പണം സുഗമമായി നമ്മുടെ കയ്യിലേക്ക് എത്തുകയുള്ളൂ. അതല്ല ആ വ്യക്തിക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് അവൻ തരികയില്ലായിരിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ ആ പണം നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ ഈസിയായി കിട്ടില്ല. ഈ പണം കിട്ടില്ല എന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ചിന്താഗതിയിലുള്ള വ്യത്യാസം മൂലമാണ്. നമ്മുടെ അടുത്തേക്ക് പണം വരണമോ വേണ്ടയോ എന്ന് നമ്മൾ തന്നെയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഹസ്ബൻഡിൻ്റെ ബിസിനസ് തന്നെ റിലേറ്റഡ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ അവിടെയാണ് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത്. ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു, അവർക്ക് ഭയങ്കരമായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ്, പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് അവർ സർവീസ് എല്ലാ മാസവും വാങ്ങുന്നുണ്ട്. എന്തെങ്കിലും ആകട്ടെ, എൻ്റെ സർവീസിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ പേഴ്സണലി ഈ വ്യക്തിനെ എൻ്റെ ഹസ്ബൻഡിന് അറിയാവുന്നതുകൊണ്ട് ഹസ്ബൻഡ് എപ്പോഴും പണത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഹസ്ബൻഡ് എന്താ പറയുന്നത്, അവർക്ക് സാമ്പത്തികമായിട്ട് ഒത്തിരി പ്രശ്നമുണ്ട്, ഈ മാസം ചിലപ്പോൾ എൻ്റെ പൈസ തരുമായിരിക്കും, ഇതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വായിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ വിധത്തിൽ ബുദ്ധിമുട്ടുണ്ട്, നമ്മൾ അതിനെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. നമ്മളൊരു സർവീസ് കൊടുത്തു, അത് നമ്മൾ കറക്റ്റായിട്ടും ആക്യുറേറ്റായിട്ടും ചെയ്തു കൊടുത്തു, അതിനുള്ള റെമ്യൂണറേഷൻ, അതിനുള്ള ഇൻകം നമുക്ക് തരണം അവർ. അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ, അത് കിട്ടാനുള്ള അർഹത എനിക്കുണ്ട്. അതിനാൽ ഞാൻ പോയി ചോദിക്കുമ്പോൾ അത് സന്തോഷകരമായിട്ട് അവരെനിക്ക് തരും. ഇങ്ങനെ ഒരു ചിന്താഗതിയിൽ പോയി ചോദിക്കാൻ പറഞ്ഞു. യെസ്, അങ്ങനെ തന്നെ അത് കിട്ടി. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഏത് രീതിയിലുള്ള പണത്തിനും ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തകളെ ചേഞ്ച് ചെയ്തിട്ട് അത് നമ്മളിലോട്ട് കൊണ്ടുവരാൻ പറ്റും ഈസി ആയിട്ട്. ഇപ്പം നിങ്ങൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി, നിങ്ങൾക്ക് ഒരു 6 മന്ത് കഴിയുമ്പോൾ സാലറി കൂട്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 1 ഇയർ കഴിയുമ്പം തരാമെന്ന് നമ്മളോട് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് പറഞ്ഞു. പക്ഷേ 6 മാസം കഴിയുമ്പം നമ്മുടെ മനസ്സിലെന്താ, എൻ്റെ വർക്കൊക്കെ പെർഫെക്റ്റ് ആണോ, അവരെനിക്ക് സാലറി കൂട്ടി തരുമോ, ഒന്ന് പോയി ചോദിക്കാം, ഇങ്ങനെയാണോ നമ്മൾ പോയി ചോദിക്കുന്നത്? എങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് സാലറി ഒരു 500 രൂപ പോലും കൂട്ടി തരത്തില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ കോൺഫിഡൻ്റ് ഇല്ല. നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് ഇത്ര വർത്തുണ്ട്, അതെനിക്ക് വാങ്ങിയെടുക്കാനുള്ള അർഹതയുണ്ട് എന്ന് വിചാരിച്ച് പോയിട്ടാണ് നിങ്ങൾ ആ പൈസ ചോദിക്കുന്നതെങ്കിൽ
നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഹൈക്ക് നിങ്ങൾക്ക് അവിടെ ലഭിക്കും. ഇത് നിങ്ങൾ ഏത് കാര്യത്തിൽ, ഇതിപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് വിൽക്കുന്നവരാണെങ്കിലും ചില കസ്റ്റമർ പറയുമല്ലോ ഇതിന് ഇത്ര പൈസയില്ല, ഇത്ര തരത്തില്ല. ഇപ്പം 100 രൂപയുടെ ഒരു പ്രൊഡക്റ്റാണ്, അവർ പറയും ഇതിന് 75 രൂപയെ തരുള്ളൂ. പക്ഷെ നമ്മൾ അതിൽ 100 രൂപ എന്നുള്ളൊരു പ്രൈസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം. അതിൻ്റെ ക്വാളിറ്റി എല്ലാം നമുക്ക് കോൺഫിഡൻ്റ് ആണ്. ആ കോൺഫിഡൻസോടുകൂടി നമ്മൾ ആ കസ്റ്റമറോട് സംസാരം, ഇതിന് ഇത്രയും വിലയുണ്ട്, ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇത്രയാണ്, ഇത് നമുക്ക് 100 രൂപയ്ക്കേ തരാൻ പറ്റത്തുള്ളൂ സാർ, ഇത് ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മളൊരു പോസിറ്റീവ് മെൻറ്റാലിറ്റി നമ്മുടെ മനസ്സിൽ വേണം. ഈ പ്രൊഡക്റ്റിന് ഇത്രയും വാല്യൂ ഉണ്ട്, ഇത് എന്നെക്കൊണ്ട് സെല്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പണവുമായി ഡീൽ ചെയ്യുമ്പോൾ ആ പണം നമുക്ക് എന്തുകൊണ്ട് ലഭിക്കാൻ അർഹതയുണ്ട് എന്ന് നമ്മൾ തന്നെ നമ്മുടെ ഉപബോധ മനസ്സിനെ പറഞ്ഞ് വ്യക്തമാക്കി കൊടുക്കണം. ആ കോൺഫിഡൻസോടുകൂടി മാത്രമേ നമ്മൾ പണവുമായി ഡീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. പണവുമായിട്ട് മറ്റുള്ളവരുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഈ കോൺഫിഡൻസ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഞാൻ അതിന് അർഹതയുള്ള വ്യക്തിയാണ്, എനിക്ക് അത്രയും പണം കിട്ടാൻ അർഹതയുണ്ട്. ഈവൻ നമുക്കൊരു സ്ഥലം വിൽക്കാനുണ്ടെന്ന് വിചാരിക്കട്ടെ, എക്സാമ്പിൾ ഇപ്പോൾ എല്ലാം വിട്ടേക്കൂ, ഒരു 5 സെൻറ്റ് സ്ഥലം എനിക്ക് വിൽക്കാനുണ്ട്, റോഡിൻ്റെ ഇറമ്പോ അല്ലാത്തതോ എന്തും ആകട്ടെ. സ്ഥലത്തിൻ്റെ വിലകളും നമുക്കറിയാമല്ലോ, ഓരോരോ ഏരിയ അല്ലെങ്കിൽ ഓരോരോ ടൈപ്പ് അനുസരിച്ചാണ്, ഒരു ഫിക്സ് എമൗണ്ട് സ്ഥലത്തിനില്ല. പക്ഷേ നിങ്ങൾ ആ സ്ഥലത്തിന് എന്ത് വാല്യൂ ആണ് നിങ്ങളുടെ മനസ്സിൽ കൊടുക്കുന്നത്, ആ പൈസയാണ് നമ്മൾ അടുത്ത വ്യക്തിയോട് പറയുന്നത്. ഇതെനിക്ക് ഒരു സെൻറ്റിന് 2 ലക്ഷം രൂപ വെച്ച് വേണം. അപ്പോൾ അവർ പറയുകയാണെങ്കിൽ ഇത് ഇവിടെ ഇങ്ങനെ വഴിയൊന്നുമില്ല, വെള്ളമില്ല, ഇതിന് ഇത്ര രൂപ വെച്ച് തരാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾക്ക് ആ സ്ഥലത്തിന് അത്രയും വാല്യൂ ഉണ്ട് എന്ന് പറയാൻ അതിൻ്റെ അടുത്തുള്ള സ്ഥലത്തിൻ്റെ വാല്യൂ ഒക്കെ നോക്കിയിട്ട് നമ്മുടെ സ്ഥലത്തിന് മാത്രം ഇച്ചിരി റേറ്റ് കുറച്ചിട്ടെന്ന് എങ്ങനെയെങ്കിലും കൊടുത്തേക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ കസ്റ്റമർ ആ ലാഭത്തിൽ ആ സ്ഥലവും വാങ്ങിച്ചുകൊണ്ട് പോകത്തേ ഉള്ളൂ. അതല്ല, നിങ്ങൾക്ക് തന്നെ കോൺഫിഡൻസ്, ഇത് റോഡിൽ നിന്ന് ഒത്തിരി ദൂരെയല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പോയിൻറ്റുകൾ ഉണ്ടായിരിക്കുമല്ലോ ആ സ്ഥലത്തിന് നിങ്ങൾ അത്രയും പ്രൈസ് ഫിക്സ് ചെയ്തതിൽ. ആ പറയുന്ന പോയിൻറ്റുകളിൽ നിങ്ങൾ വളരെ ശക്തമായിട്ടും ദൃഢമായിട്ടും നിങ്ങളുടെ ഉപബോധ മനസ്സിൽ അത് ഫിക്സ് ചെയ്യണം ആദ്യം. ഒരിക്കലും അതിൽ ചാഞ്ചാട്ടം ഉണ്ടാവില്ല, ഓ ഇവരിങ്ങനെ പറയുന്നത് എന്നാൽ പിന്നെ ഇച്ചിരി 50,000 കുറച്ചേക്കാം എന്ന് നിങ്ങൾ ചിന്തിച്ചോ, അത് 1 ലക്ഷം കുറച്ചിട്ടേ അയാൾ ആ സ്ഥലം വാങ്ങിച്ചുകൊണ്ട് പോകത്തുള്ളൂ. പിന്നെ പൊതുവേ നമ്മൾ ഒരു സാധാരണ മിഡിൽ ക്ലാസ്സിലോ ഹൈഫൈ ഒന്നുമല്ല, സാധാരണ ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ചെറുപ്പത്തിലേ തൊട്ട് കേട്ട് കണ്ട് വളർന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, നമുക്കിത്ര പൈസേൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് അത്യാവശ്യം ജീവിച്ച് കുടിച്ച് ഇച്ചിരി ഇതായിട്ടൊക്കെ പോയാൽ മതി, ഒത്തിരി പൈസയും കൊണ്ടൊന്നും നമുക്ക് ആവശ്യമില്ല, പൈസ എന്ന് പറഞ്ഞാൽ നല്ലതല്ല, അല്ലെങ്കിൽ പണമുള്ളവരൊക്കെ അഹങ്കാരികളാണ്, അല്ലെങ്കിൽ പണം കൊണ്ട് നമുക്ക് അങ്ങനെയൊന്നും വലിയ കാര്യമായിട്ട് ചെയ്യണ്ട, അങ്ങനെ ഒത്തിരി വലിയ സ്വപ്നമൊന്നും കാണണ്ട, നമ്മൾക്കില്ലാത്തവരെ മീൻസ് നമ്മളെക്കാട്ടിലും താഴെയുള്ളവരെ നോക്കിയിട്ട് നമ്മൾ ജീവിക്കണം, ഇങ്ങനെയൊക്കെയല്ലേ, ഇങ്ങനെയൊക്കെയാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്, അല്ല ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. ഈ ഒരു ചിന്താഗതിയും കൊണ്ടാണ് നിങ്ങൾ പണത്തെ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ നിങ്ങളുടെ എടുത്തിട്ട് പണം വരത്തില്ല. നിങ്ങളുടെ ടോട്ടലി നിങ്ങൾ പണത്തെക്കുറിച്ചുള്ള ചിന്താഗതി മാറ്റണം. ഈ ലോകത്തിലുള്ള ഏത് ബിസിനസ്സുകാരോ ഏത് കോടീശ്വരനോ ആകട്ടെ, അവരും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം എന്നറിയാമോ? അവർക്ക് പണത്തെക്കുറിച്ചുള്ള ചിന്താഗതിയും നമുക്ക് പണത്തെക്കുറിച്ചുള്ള ആ സംശയങ്ങളും, ഇതിന് ഞാൻ അർഹതയാവുമോ, അല്ലെങ്കിൽ ഇത്രയും പൈസ എനിക്ക് കിട്ടുമോ, ഈ ഉള്ളൊരു സംശയമുണ്ടല്ലോ, അതാണ് വ്യത്യാസം. അല്ലാതെ അവർക്കും നമുക്ക് തമ്മിൽ വേറൊരു വ്യത്യാസവുമില്ല. ദൈവം എല്ലാവരെയും സൃഷ്ടിച്ചത് ഒരുപോലെയാണ്. പണത്തെക്കുറിച്ചുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്താൽ തന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, അതിന് ഞാൻ അർഹനാണെന്ന് നമ്മളെ തന്നെ പറഞ്ഞു പഠിപ്പിക്കുക, അതോടെ നമ്മുടെ മണി ബ്ലോക്ക് എല്ലാം മാറി നമുക്ക് പുതിയ വഴികളും തെളിഞ്ഞു വരും. എൻ്റെ സ്വന്തം ലൈഫിൽ ഒത്തിരി വ്യത്യാസങ്ങൾ ഈ പോസിറ്റീവ് തിങ്കിങ് കൊണ്ട് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ വീഡിയോകൾ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ആകർഷണ നിയമത്തിലെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതുമായിട്ട് അറ്റാച്ച്ഡ് ആകുമ്പോൾ കിട്ടും. നമ്മൾ പ്രകൃതിയായിട്ടുള്ള അലൈൻമെൻറ്റ് കറക്റ്റ് ആകുമ്പോൾ നമുക്കെല്ലാം കിട്ടും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നമ്മളെ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ നമ്മളെ സ്വന്തമായിട്ട് സ്നേഹിക്കാനോ സമയം നമ്മൾ കൊടുക്കുന്നതേ ഇല്ല. അങ്ങനെ കൊടുക്കുന്നവരുണ്ടായിരിക്കും, പക്ഷേ സാധാരണപ്പെട്ട ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ശരീരത്തെ സ്നേഹിക്കുന്നില്ല. നമ്മൾ നമ്മുടെ ചിന്താഗതികൾ എന്താണെന്ന് നമ്മളൊരു ശാന്തമായിട്ടിരുന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്ന് എനിക്കൊരു നല്ല ദിവസമായിരിക്കും, ഇന്ന് എനിക്ക് എന്തുകൊണ്ടും നല്ലതാണ്, എനിക്ക് ഇതൊക്കെ നേടാനുള്ള അർഹതയുണ്ട് എന്നൊക്കെ ചിന്തിച്ച് പോസിറ്റീവായിട്ടൊന്ന് മൈൻഡിനെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കണം. നമ്മൾ ഈ കടബാധ്യതകളെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള ദേഷ്യത്തെക്കുറിച്ചൊന്നും ചിന്തിച്ചുകൊണ്ട് രാവിലെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കരുത്. ഇന്ന് എന്തുകൊണ്ടും പെർഫെക്റ്റ് ഡേ ആയിരിക്കും എന്ന് ചിന്തിച്ചിട്ട് വേണം എല്ലാ ദിവസവും എഴുന്നേൽക്കാൻ. എൻ്റെ ഹസ്ബൻഡിന് ഒരു വാഹനം ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ വേറെ ഒരു വാഹനം കാണുമ്പോൾ പുള്ളി പറയും, എനിക്ക് ആ ഒരു വാഹനം
എനിക്കിഷ്ടമാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എന്നാലൊരു കാര്യം ചെയ്യാം, ആ വാഹനം കാണുമ്പോഴൊക്കെ താങ്ക് യു ഗോഡ്, അത് ഓടിച്ചിരിക്കുന്ന ആൾക്കും താങ്ക് യു എന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഒരു പുതിയ വാഹനം ഞങ്ങൾക്ക് സ്വന്തമായി. പുതിയ വാഹനം സ്വന്തമായെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വന്നതൊന്നുമല്ല. അതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങളും അതിന് തക്ക ബിസിനസ്സുകളും നമുക്ക് വരികയാണ്. നമ്മൾ പണത്തിനെക്കുറിച്ചുള്ള ധാരണ അല്ലെങ്കിൽ ചിന്താഗതി, അതിനോടുള്ള മനോഭാവങ്ങൾ മാറ്റിയപ്പോഴാണ് നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് വരാൻ തുടങ്ങിയത്. ആ ഒരു ചേഞ്ചസ് എല്ലാവർക്കും ബാധകമാണ്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആകർഷണ നിയമം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബാധകമാണ്. നമ്മൾ ആ ഒരു അലൈൻമെൻറ്റിലോട്ട് എത്തേണ്ട താമസം. ഈ പ്രകൃതി മുഴുവനും സമ്പത്ത് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഏത് സ്ഥലത്തോട്ട് നോക്കിയാലും എല്ലാം സമ്പത്തല്ലേ. ഈവൻ നമ്മൾ കാണുന്ന മരങ്ങൾ പോലും ഒരു വിധത്തിൽ സമ്പത്തല്ലേ. നമ്മൾ കാണുന്ന ഫ്ലാറ്റുകൾ, വീട്, റോഡ് എല്ലാം പൈസ വെച്ചിട്ട് ഉള്ളതാണ്. പൈസ റിലേറ്റഡ് ആണ് എല്ലാം. അങ്ങനെയല്ലേ? ഒന്ന് വെറുതെ നമ്മുടെ ചുറ്റിലോട്ട് നോക്കിക്കേ. നമ്മൾ ഇരിക്കുന്ന കസേര, ഫർണിച്ചർ, നമ്മൾ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് എല്ലാം മണി റിലേറ്റഡ് ആണ്. ഈ ലോകം മുഴുവൻ മണി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അത് നമ്മൾ ആരിൽ വേണമെങ്കിലും എത്താം. പക്ഷേ നമ്മളും ആ മണിയും തമ്മിലുള്ള അലൈൻമെൻറ്റ് കറക്റ്റ് ആണെങ്കിൽ അത് നമ്മളിലോട്ട് വരും. അപ്പോൾ ഇന്ന് മുതൽ, ഈ വീഡിയോ കേൾക്കുന്ന സമയം മുതൽ, ഏത് വിധത്തിലുള്ള സമ്പത്താണ് നമുക്ക് ആഗ്രഹം, അതിനെക്കുറിച്ചെല്ലാം നമ്മൾ പോസിറ്റീവായി ചിന്തിക്കാൻ തുടങ്ങുക. ഒത്തിരി സമയമൊന്നും വേണ്ട, അല്ലാതെ തന്നെ അതിനുള്ള വഴികളും സാഹചര്യങ്ങളും എല്ലാം സുഗമമായി നിങ്ങളിലോട്ട് എത്തും. എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഉറപ്പാണിത്.